ഗൈസ്, വീട്ടിൽ ഉറങ്ങാൻ കിടന്ന എനിക്കൊരു കോള് വന്ന്. ഞാൻ എന്തോന്ന് ചോദിച്ചപ്പോൾ ഗോവയ്ക്ക് വിട്ടാലോ എന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ബാക്ക് പാക്കും എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇവനാണ് എന്നെ വിളിച്ച് വരുത്തിയത്. ടിക്കറ്റും എടുത്തതാ ഗോവയ്ക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ട്രെയിൻ കയറി ഗോവയിൽ പോയി 5 ദിവസം അടിച്ചു പൊളിച്ച്, അതും ഒരു പ്ലാനും ഇല്ലാതെ വെറും ലിമിറ്റഡ് ബഡ്ജറ്റിൽ. ഈ ലക്ഷറി ഹോട്ടലിൽ താമസിച്ചത് വെറും 0 രൂപയ്ക്കാണ്. ഇതെങ്ങനെയാണ് കിട്ടിയത്? രാത്രി ഉറങ്ങാൻ കിടന്ന് ഞാനാണ് ഇപ്പോൾ ഗോവയിലോട്ട് പോകാൻ വേണ്ടി ട്രെയിൻ കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള യാത്ര വേണ്ടി 2 ജോഡി ഡ്രസ്സും എടുത്ത് നേരെ ബാഗും പാക്ക് ചെയ്ത് ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 10:30 ബസ് കിട്ടി 11:30 തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓടിപ്പോയി ചെന്ന് ടിക്കറ്റ് എടുത്ത്. ഒരാൾക്ക് 305 രൂപയാണ് ചാർജ് വരുന്നത്. അങ്ങനെ 2 പേർക്കും കൂടി 610. നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് എടുത്തത്. ട്രെയിൻ 12:30 സ്റ്റേഷൻ വിട്ട്. കുറച്ച് കാര്യം പറഞ്ഞ് നേരത്തെ കിടന്ന്. കാരണം കൊച്ചി എത്തുമ്പോൾ ബംഗാളികൾ കയറി കിടക്കാൻ സീറ്റ് പോലും കാണൂല, അതുകൊണ്ട് നേരത്തെ കിടന്ന്. ബട്ട് കൊച്ചി എത്തിയത് അറിഞ്ഞതുമില്ല, കഴിഞ്ഞതും അറിഞ്ഞില്ല. കാരണം തിരക്കില്ലായിരുന്നു, സീറ്റ് പകുതിയും കാലിയായിരുന്നു. അതുകൊണ്ട് കണ്ണൂർ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഉറക്കം എണീറ്റത്. പിന്നെ പല്ല് തേച്ച് പിന്നെ കണ്ണൂർ സ്റ്റേഷനിൽ നിന്ന് അപ്പം കടലക്കറിയും സമൂസയും വടയും വാങ്ങിച്ചു ഒരു കോഫിയും കുടിച്ചു. പിന്നെ ട്രെയിൻ കേരളം വിട്ടിട്ടും പകുതി സീറ്റും കാലിയായിരുന്നു. കാരണം 13, 14 അവധിയാണ്. 14-ാം തീയതി ഹോളി, അതായത് വെള്ളിയാഴ്ച നൈറ്റാണ് യാത്ര തിരിച്ചത്. ശനി ഞായറും അവധി. അതുകൊണ്ട് ബംഗാളികളെല്ലാം നേരത്തെ വീട്ടിലോട്ട് പോയി. അതുകൊണ്ടാണ് സീറ്റ് എല്ലാം കാലിയായി കിടക്കുന്നത്. ആദ്യം 14 മണിക്കൂർ കാണിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പൊ 16 മണിക്കൂറായി. എന്തിനാണോ ട്രെയിൻ വെറുതെ പിടിച്ചിടും. ഓരോ സ്റ്റേഷനിലും 15 മിനിറ്റെങ്കിലും പിടിച്ചിടും. ഇപ്പോൾ മിർജാൻ സ്റ്റേഷനിലാണ് പിടിച്ചിട്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ട്രെയിൻ എടുത്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു സീൻ നടന്നത്. TTR ചെക്കിങ്ങിന് വന്നപ്പോൾ ഒരു ഹിന്ദിക്കാരൻ ഓടി ബാത്റൂമിൻ്റെ അകത്ത് ഒളിച്ച്. പിന്നെ കുറച്ചു നേരം TTR ബാത്റൂമിന്റെ വെളിയിൽ നിന്ന് അവൻ ഇറങ്ങുന്നത് വരെ. അവസാനം അവൻ ഇറങ്ങി. TTR 2 അടിയും കൊടുത്ത് അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിട്ടവനാണ്. അങ്ങനെ അവസാനം 16 മണിക്കൂറിന് ശേഷം ഗോവയിലെത്തി. ഐ ലവ് ഗോവയുടെ ഫ്രണ്ടിൽ കിടന്ന് വീഡിയോ എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ച് സ്റ്റേഷന്റെ വെളിയിലോട്ട് ഇറങ്ങി. വാവ്, നല്ല കിടിലം റെയിൽവേ സ്റ്റേഷൻ. ഇപ്പൊ വന്ന് ഇറങ്ങിയത് മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലാണ്. വെളിയിലോട്ടൊന്ന് ഇറങ്ങിയപ്പോഴേക്കും ടാക്സിക്കാർ വന്ന് നൈസ്ലേ വേണ്ടെന്ന് പറഞ്ഞ് ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി മാർഗോ ബസ് ടെർമിനലിലേക്ക് ടിക്കറ്റ് എടുത്ത്. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ് വരുന്നത്. മാർഗോ പോകുമെന്ന് ചോദിച്ചിട്ടാണ് കയറിയത്. കാരണം ആ വഴി കുറെ ബസ് പോകുന്നുണ്ട്. ഈ ബസ് യാത്ര സീനാണ്. 2 കൺട്രീസിലെ ബസ് യാത്ര ഉണ്ടല്ലോ, അതുപോലെയായിരുന്നു ഇത്. ഒന്ന് ഇരിക്കാൻ കിട്ടിയപ്പോഴാണ് ഒരു വീഡിയോ എടുത്തത്. അപ്പോഴേക്കും മർഗോ ബസ് ടെർമിനലിലേക്ക് എത്തി. ആകാശത്ത് നോക്കിയപ്പോഴേക്കും കുറെ ബേർഡ്സ് കൂട്ടമായിട്ട് പോകുന്നുണ്ട്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ നോക്കി വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് കുറച്ചു നേരം. അവിടെ നിന്ന് പഞ്ചമിലേക്ക് പോകുന്ന ബസ്സിന്റെ ബോർഡ് നോക്കി ബസ്സിൽ കയറി. AC ബസ്സിലാണ് കയറിയത്. ഇത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ബസ്സാണ്. വലിയ ചാർജ് ഒന്നുമില്ല. ഒരാൾക്ക് 45 രൂപയുള്ളൂ പനജിമിലേക്ക് പോകാൻ. ബസ്സും കൊള്ളാം, തണുപ്പുണ്ട്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, കൊതുക്. എവിടെന്നോ 2-3 കൊതുക് കയറിയിട്ടുണ്ട് ഈ ബസ്സിന്റെ അകത്ത്. ആ കൊതു എന്നെ ഇരുന്ന് കുറെ കടിച്ചു. അടുത്തിരുന്ന ഗോവക്കാരന്റെ അടുത്ത് ഗോവയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ പഞ്ചിമെത്തി. അവിടെ നിന്ന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ട് നടന്ന് അവിടെ തന്നെ അടുത്തുള്ള ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ച് തിരിച്ച് റൂമിൽ വന്ന് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ്, ഫസ്റ്റ് ഡേ ഇൻ ഗോവ. ഉറക്കണീറ്റപ്പോൾ തന്നെ ഏകദേശം 10 മണിയായി. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് റെഡിയായി വെളിയിറങ്ങി. ഇതാണ് ഇന്നലെ താമസിച്ച ഹോട്ടലിന്റെ ഫ്രണ്ടിലുള്ള വ്യൂ. ഇങ്ങനെ പാടുപെട്ടാണ് ഇന്നലെ ഇവിടെ രാത്രി എത്തിയത്. അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങി. ഇനി ഒരു ചായ കുടിക്കണം. കുറച്ച് നടന്ന് അങ്ങനെ അവസാനം ഒരു ചായക്കട കണ്ടുപിടിച്ച് 30 രൂപയുടെ കോഫി കുടിച്ച് അവിടെ നിന്ന് പനജിം ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്ന് പോകുന്ന വഴിക്ക് ഒരു ലൈബ്രറി കണ്ട്. ചുമ്മാ ഒന്ന് കയറാന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഫ്രീ എൻട്രി. അവിടെ രജിസ്റ്ററിൽ പേരും സമയം എഴുതി വെച്ച് ചുമ്മാ കയറി. അകത്ത് കയറിയപ്പോൾ നല്ല AC, വെളിയിലാണ് നല്ല വെയിൽ. ഇതിന്റെ അകത്താണെങ്കിൽ ഒരു മലയാള പത്രവും ഇല്ല. പിന്നെ കയ്യിൽ കിട്ടിയ ഒരു ഗോവൻ പത്രവും എടുത്ത് അവിടെ ചുമ്മാ വായിക്കുന്ന പോലെ ഇരുന്ന് കുറച്ചു നേരം അവിടെ തണുപ്പം കൊണ്ടിരുന്ന അവസാനം അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ ഒരു വണ്ടി എടുക്കണം. അങ്ങനെ അവസാനം 2-3 സ്ഥലത്ത് പോയി വണ്ടിയുടെ റേറ്റ് ചോദിച്ചിട്ട് റേറ്റ് കുറവുള്ള സ്ഥലം കണ്ടുപിടിച്ച്. പെർ ഡേ 300, ഡിപ്പോസിറ്റ് ആയിട്ട് 1000 രൂപ കൊടുക്കണം. അത് തിരിച്ച് വണ്ടി കൊടുക്കുമ്പോൾ കിട്ടും. ആധാർ കാർഡും ലൈസൻസിനും കോപ്പി കൊടുത്ത് ഒരു ഫോം ഫില്ല് ചെയ്ത് വണ്ടി എടുത്ത്. TVS ജൂപ്പിറ്റർ ആണ് കിട്ടിയത്. ആദ്യം തന്നെ ഒരു ഫുൾ വീഡിയോ എടുത്ത്, ഇല്ലെങ്കിൽ പണി കിട്ടും. വീഡിയോ എല്ലാം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഗോവയിൽ വന്ന് വണ്ടി റെന്റിന് എടുത്ത് തന്നപ്പോഴേ അവർ പറഞ്ഞ് പെട്രോൾ ഇല്ലെന്ന്. മാപ്പ് എടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കി നേരെ പെട്രോൾ പമ്പിലോട്ട് വിട്ട്. ഇവിടെ ഓടിക്കുന്ന ആൾക്ക് മാത്രം ഹെൽമെറ്റ് മതി. പെട്രോൾ പമ്പിൽ ചെന്ന് പൈസ നോക്കി 100 രൂപയ്ക്ക് അങ്ങ് പെട്രോൾ അടിച്ചു. മാപ്പ് എടുത്ത് അടുത്ത് ഏതാണ് കാണാൻ കൊള്ളാന്ന ലൊക്കേഷൻ നോക്കിയപ്പോഴാണ് മിറാമിർ ബീച്ച് കണ്ണിൽപ്പെട്ടത്. പിന്നെ മിറാമിർ ബീച്ചിലോട്ട് വിടാൻ തീരുമാനിച്ചു. പിന്നെയാണ് മനസ്സിലായത് വൈകുന്നേരം വല്ലതും പോയാൽ മതിയായിരുന്നു. കാരണം അത്രയ്ക്ക് വെയിലുണ്ടായിരുന്നു. ഇവിടുത്തെ റോഡുകളെല്ലാം കൊള്ളാം. പോകുന്ന വഴിയെല്ലാം ക്രൂസ് ഷിപ്പ്, കാസിനോ ഒക്കെ കാണാം. അങ്ങനെ മിറാമിർ ബീച്ച് എത്തി. വലിയ എക്സൈറ്റ്മെന്റോട് കൂടി ബീച്ചിലേക്ക് ഇറങ്ങിയ ഞാൻ 3G ആയി. കാരണം എന്റെ മൈൻഡിലുണ്ടായിരുന്ന ഗോവയുടെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഇവിടെ കണ്ടത്. ഒരൊറ്റ പട്ടിക്കുഞ്ഞു പോലും ഇല്ല. ഞായറാഴ്ച ആയിട്ട് പോലും ആൾക്കാരില്ല. ഉച്ചയ്ക്ക് 12:30ക്കാണ് ഞാൻ ഈ ബീച്ചിൽ വന്നിരിക്കുന്നത്. ചിലപ്പോൾ അതായിരിക്കും. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ. എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് 2 പിക്ക് എടുത്ത്. നിങ്ങൾ നട്ടുച്ചയ്ക്ക് ബീച്ചിൽ പോകരുത്, ടാൻ അടിച്ചൊരു പരുവാവും. അതിന്റെ സൈഡിൽ കുറച്ച് മരങ്ങളുണ്ടായിരുന്നു. അവിടെ മാത്രം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, തണലും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് അടുത്ത് കാണാൻ കൊള്ളാവുന്ന ലൊക്കേഷൻ കണ്ടുപിടിച്ച്. ഡോണ പോള. ഇനി അടുത്ത് അവിടേക്ക് പോകണം.
ഞാനിവിടെ ഹോളിയുടെ ടൈമിലാണ് വന്നത്, അതിന്റെ ആണോന്ന് അറിഞ്ഞൂടെ. കുറെ കൊടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഡോണാപ്പോള ജെട്ടി എത്തി. ഇവിടെ സൈഡിൽ കുറെ കടകളും റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. ഇതിന്റെ അകത്ത് കയറണമെങ്കിൽ എൻട്രി ഫീ കൊടുക്കണം. അഡൽറ്റിന് 50 രൂപയും മൈനറിന് 25 രൂപയാണ് പെർ ഹെഡ് ആണ്. അങ്ങനെ 100 രൂപ കൊടുത്ത് അകത്ത് കയറി. ഫ്രണ്ടിൽ തന്നെ ഒരു ലവ് ആർച്ച് കാണാം. കാരണം ഈ സ്ഥലം പലപ്പോഴും പ്രണയകഥയായി ബന്ധപ്പെട്ടിരിക്കുന്നു. പോള അമറൽ അന്റോണിയോ ഡി സൗട്ടോ മേയറുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടുത്തെ ലോക്കൽ ഐതിഹ്യം അനുസരിച്ച് ഡോണാപ്പോള ഒരു പോർച്ചുഗീസ് വൈസ്രയുടെ മകളായിരുന്നു. ഒരു പ്രാദേശിക മത്സ്യത്തൊഴിലാളിയുമായി പ്രണയത്തിലായി. അവരുടെ പ്രണയത്തിന് സമൂഹത്തിൽ നിന്ന് കുറെ എതിർപ്പുകളും അവഗണനകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതവരെ ദാരുണമായ സാഹചര്യങ്ങളിലേക്ക് നയിച്ചു. അങ്ങനെയാണ് ഈ സ്ഥലത്തെ പറ്റിയുള്ള കഥ. രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെ ഇവിടെ ഓപ്പൺ ആണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. നിങ്ങൾക്ക് ഓടി നടന്ന് ഫോട്ടോ എടുക്കാം. അത്രയ്ക്ക് നല്ല സ്ഥലമാണ് ഇവിടെ. സ്റ്റെപ്പ് വഴി ഇതിന്റെ മുകളിൽ കയറി നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. സൺസെറ്റ് കാണാൻ പറ്റിയ സ്ഥലം കൂടെയാണിത്. സിംഗം ഹിന്ദി പതിപ്പ് ചിത്രീകരണം ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ബോളിവുഡ് സിനിമകളിലും ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണിത്. ഇവിടെ വരുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെ എന്ന് പറയാം. കുറെ നേരം സ്ഥലങ്ങൾ കണ്ട് ആസ്വദിച്ച് താഴെ ഇറങ്ങി വന്നപ്പോൾ കടയിൽ മസാലപ്പൊടി ഇട്ട ലൈം ഉണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങിച്ച് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം അടുത്ത് പോകാനുള്ള സ്ഥലം ഏതെന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ ഗോവയിൽ അടുത്ത് പോകാനുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള റെസ് മാഗോസ് ഫോർട്ട്. യെസ് ഗൈസ്, അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് കോട്ട കാണാനാണ്. അങ്ങനെ വണ്ടി ഓടിച്ച് സ്ഥലത്തെത്തി. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വശം. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് വരുന്നത്. കൗണ്ടറിൽ ബാഗും വെച്ച് അകത്ത് കയറി. ഇവിടെ നിന്ന് ഒരു ചെറിയ തേരി കയറി കോട്ടയുടെ അകത്ത് കയറി. 1551 പോർച്ചുഗീസ് മാൻഡോവി റിവറിന്റെ മോസ്റ്റ് നാരോ പോയിന്റ് സംരക്ഷിക്കാനാണ് ഈ കോട്ട പണിതത്. അതിനുശേഷം കുറെ വിപുലീകരണം ഉണ്ടാകുകയും 1707 ഇപ്പോൾ കാണുന്ന രീതിയിൽ പണിതത്. ഇപ്പോൾ ഈ കോട്ട ഒരു കൾച്ചർ സെന്ററായി മാറിയിരിക്കും. ഇതിന്റെ മുകളിൽ കയറി വരുവാണെങ്കിൽ നല്ല വ്യൂ ആണ്. സീ സൈഡ് മൊത്തവും കാണാം. കൂടാതെ ഇവിടെ 7 പീരങ്കിയുണ്ട്. ഇവിടെ 4 എണ്ണവും അപ്പുറത്തെ സൈഡ് 3 എണ്ണവും ഉണ്ട്. പിന്നെ മലയാളം സിനിമയായ കായംകുളം കൊച്ചുണ്ണി, ജാക്ക് ആൻഡ് ഡാനിയൽസ്, പിന്നെ തമിഴ് സിനിമയായ ശിവകാർത്തികേയന്റെ ഡോക്ടർ, പിന്നെ കുറെ ബോളിവുഡ് സിനിമകൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇതിന്റെ അകത്ത് കോട്ടയുടെ ചെറിയ മോഡൽ രൂപം തടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ കോട്ടയെക്കുറിച്ചുള്ള എല്ലാ വിവരണവും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾ ഈ ഹോൾ കണ്ടോ? ഇതാണ് ഡെത്ത് ഹോൾ. ഈ കോട്ടയുടെ അകത്ത് അനുവാദമില്ലാതെ കയറുന്നവരെ ഒന്നുകിൽ ഷൂട്ട് ചെയ്ത് ഈ കുഴിയിലിടും, ഇല്ലെങ്കിൽ തിളച്ച എണ്ണ എടുത്തൊഴിക്കും. ഇതിന്റെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുവാണെങ്കിൽ പഴയ ജയിൽ കാണാം. പിന്നെ ഈ കോട്ട മൊത്തം ചുറ്റി കാണാൻ നല്ല രസമുണ്ട്. സീ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ അടുത്ത് ഗോവയിലെ തന്നെ ഏറ്റവും പഴയ ചർച്ച് ഉണ്ട്, റെസ് മാഗോസ് ചർച്ച്. 1555 ഫ്രാൻസിസ്കൻ ഫറാസ് ആണിത് പണിതത്. സെന്റ് ജെറോമിന് സമർപ്പിച്ച ഒരു ഹോളി പ്ലേസ്. ബാർഡസ് താലൂക്കിലെ ആദ്യ ചർച്ചുകളിൽ പെട്ടതും കൂടാതെ 2 പോർച്ചുഗീസ് നോബിൾമാരുടെ ശവക്കല്ലറയും ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു ചെറിയൊരു ബീച്ച് ഉണ്ട്, കോക്കോ ബീച്ച്. വലിയ ആൾത്തിരക്കും ഒന്നുമില്ലാത്ത ഒരു ചെറിയൊരു ബീച്ച്. ഇവിടെ നിന്ന് ഇനി അടുത്ത് പോകാനുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഓൾഡ് ഗോവ. ഇനി അങ്ങോട്ട് പോകണം. പോകുന്ന വഴിയെല്ലാം നല്ല പറങ്കി മാവിന്റെ മണം. എന്താ മണം, ഒരു രക്ഷയില്ലാത്ത മണം. പോകുന്ന വഴി എല്ലാം ഈ മണം തന്നെ. അങ്ങനെ ഓൾഡ് ഗോവ എത്തി. ഇനി ഒരു ചായ കുടിക്കാനായിട്ടും കയറി. ഗോവയിൽ നിങ്ങൾ ഫുഡ് കഴിക്കുക എവിടെ പോയാലും അവിടെ ഒരു ബാർ സെറ്റപ്പ് കാണാം. കാരണം ഇവിടുത്തെ കൾച്ചർ അങ്ങനെയാണ്. ഫുഡിനേക്കാളും വില കുറവാണ് ഇവിടെ ആൽക്കഹോൾ. അവിടെ നിന്ന് അങ്ങനെ ചായ കുടിച്ച് ഓൾഡ് ഗോവയിലെ തന്നെ ഏറ്റവും പഴയ ചർച്ച് കാണാൻ എത്തിയിരിക്കുകയാണ്, ബസിലിക്ക ഓഫ് ബോം ജീസസ്. എന്റെ മോനെ, ഇതാണ് പള്ളി. ഈ പള്ളിക്ക് ഒരു ഓറ ഉണ്ടെങ്കിൽ ഇതിനൊരു 1000 ഓറ ഉണ്ട്. കിടിലം പള്ളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പള്ളി. എന്ത് രസം എന്ന് പറയാൻ നമുക്ക് കാണാൻ. ഇതൊരു ബ്രെത്ത് ടേക്കിംഗ് പള്ളി തന്നെ. 1605 ഈ ചർച്ചിന്റെ പണി കഴിഞ്ഞത്. സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ മൃതദേഹം ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് അകത്തേറി കാണാം, പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കൂല. ആ മൃതദേഹം ഇപ്പോഴും ഡീകമ്പോസ് ആയിട്ടില്ല. സെന്റ് ഫ്രാൻസിസ് സേവിയർ 1552 ഡിസംബർ 3 ചൈനയിൽ വെച്ചാണ് മരിച്ചത്. ഈ ചർച്ച് ഇപ്പോൾ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇതിന്റെ ചുവരുകൾ മുഴുവനും ലാറ്ററൈറ്റ് സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചർച്ചിന്റെ അകത്താണെങ്കിൽ ബാരോക്ക് ശൈലിയിലുള്ള ആർക്കിടെക്ചറാണ്. അലങ്കാരമായി തൂക്കിയ ആൾട്ടേഴ്സ് എല്ലാം ചേർന്നിട്ട് ഒരു രക്ഷയില്ല. ഞാൻ കണ്ടതിലും തന്നെ ഏറ്റവും കിടിലം പള്ളികളിൽ ഒന്ന് ഇത് തന്നെ. ഇതിന്റെ അടുത്ത് തന്നെ ഒരു സീ കത്തീഡ്രൽ ചർച്ച് കാണാം. അതും ഗോവയിലെ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നാണ്. ഇതെല്ലാം നടന്ന് കാണാൻ കുറെ ടൈം എടുത്തു. കാരണം പള്ളി കണ്ട് അമ്പരന്ന് കുറെ ടൈം പോയത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇനി ഇവിടെ നിന്ന് മോർച്ചുമിൽ പോകണം. അവിടെയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത്. അതും ഫ്രീ ആയിട്ടാണ് ഞാൻ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തത്. പോകുന്ന വഴിയെല്ലാം എന്തോ പണി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പണി നടക്കുന്ന സ്ഥലത്ത് മാത്രമാണ് റോഡ് മോശമായിട്ട് തോന്നിയത്. ബാക്കി ഒരിടത്തും തോന്നിയില്ല. അങ്ങനെ മോർജിമെത്തി. ഇതാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്ന റൂം. ഒന്ന് ഫ്രഷായി വെളിയിലോട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ലംബോർഗിനിക്കാരൻ കടന്ന് വൻ ഷോ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും ഓടിച്ചൊളിക്കുന്നു. ലാംബർഗിനി കണ്ട സന്തോഷത്തിൽ അതിന്റെ പുറകെ പോകാൻ നോക്കി എവിടെ എത്താൻ. അടുത്തൂടെ പോയപ്പോൾ കുറച്ച് ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റി. ആ ലംബോർഗിനിക്ക് എത്തിരിക്കുന്നവൻ ഒരു റാൻഡം ആയിട്ട് ഒരു മദാമെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി. ഗൈസ്, റേസിസം ഓൺലി ഫോർ പുവേഴ്സ്, നോട്ട് ഫോർ റിച്ച്. അന്ന് എനിക്കത് മനസ്സിലായി. എന്നിട്ട് ഇവിടെ നിന്ന് ഫുഡും കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങി.
നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇതാണ് ഇന്നലെ താമസിച്ച ഹോട്ടൽ. നല്ല കിടിലം ഹോട്ടലാണ് ഇത്. ഞാനിത് ഓയോ വഴി ഫ്രീ ആയിട്ടാണ് ബുക്ക് ചെയ്തത്. ഓയോ വഴി ബുക്ക് ചെയ്യുവാണെങ്കിൽ എൻ്റെ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കും ഫ്രീ ആയിട്ട് ചിലപ്പോൾ കിട്ടും. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതാണ് റൂമിന്റെ വെളിയിറങ്ങി കാണുന്ന കാഴ്ച. ഉറക്കം എണീറ്റപ്പോൾ തന്നെ 10 മണിയായി. പെട്ടെന്ന് അവിടെ നിന്ന് റെഡിയായി ചെക്ക് ഔട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അടുത്തിനി ഇവിടെ നിന്ന് അഗോഡ ഫോർട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. പോകുന്ന വഴിക്ക് കണ്ടോളിൻ ബീച്ചിൽ ഇറങ്ങി. വാവ്, ഇതാണ് ഞാൻ കണ്ട ഗോവ. ഫോറൻസിന് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വിചാരിച്ച് ക്യാമറ പിന്നെ അങ്ങോട്ട് ഞാൻ തിരിച്ചില്ല. കണ്ടോളിൻ ബീച്ചിൽ കുറേ നേരം നിന്ന് ഇവിടെ തന്നെ കുറേ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. നല്ല തിരക്കേറിയ ബീച്ചാണത്. അവിടെ നിന്ന് തിരിച്ച് നേരെ അടുത്ത ഫോർട്ടിലോട്ട്. പാർക്കിങ്ങിന്റെ അവിടെ എത്തിയപ്പോൾ ഗൂഗിൾ പേ വർക്ക് ആവുന്നില്ല. റേഞ്ച് ഇഷ്യൂ കാരണം ഗൂഗിൾ പേ വർക്ക് ആവുന്നില്ല. കയ്യിലാണ് ക്യാഷും ഇല്ല, എല്ലാം അക്കൗണ്ടിലാണ് ഉള്ളത്. പിന്നെ അവിടെ നിൽക്കുന്ന ആളുടെ വൈഫൈ എടുത്തിട്ടാണ് ട്രാൻസാക്ഷൻ നടത്തിയത്. അകത്ത് കയറിയപ്പോൾ അവിടെയും ഗൂഗിൾ പേ പറ്റൂല ടിക്കറ്റ് എടുക്കാൻ. അവിടെ നിന്ന് കുറേ ടൈം വേസ്റ്റ് ആയി. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ ചില സ്ഥലത്ത് ഗൂഗിൾ പേ ഒന്നും എടുക്കൂല. അതുകൊണ്ട് കയ്യിൽ കുറച്ച് ക്യാഷ് വെച്ചിരിക്കുക. അങ്ങനെ അവസാനം ടിക്കറ്റ് എടുത്ത് കോട്ടയുടെ അകത്ത് കയറി. 1612 പോർച്ചുഗീസ് പണിത കോട്ടയാണ് ഫോർട്ട് അഗോഡ. ഗോവയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സീസൈഡ് ഫോർട്ടുകളിൽ ഒന്നാണിത്. സിൻക്യൂറിയം ബീച്ചിൽ അറേബ്യൻ സീയെ നോക്കി നിൽക്കുന്ന ഈ ഫോർട്ട് ഡച്ചുകാരുടെ അറ്റാക്ക് തടയാനായിരുന്നു ആദ്യം ഇത് നിർമ്മിച്ചത്. ഇവിടെ തന്നെ ഒരു ഫ്രഷ് വാട്ടർ സ്പ്രിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അഗ്വാഡ. പോർച്ചുഗീസിൽ അതിനർത്ഥം ജലമുള്ളത്. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഇവിടെ ഇന്ന് കാണുന്ന ഈ ലൈറ്റ് ഹൗസ് 1864 ഉണ്ടാക്കിയതാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയതാണിത്. ഒരിക്കൽ 79 കാനോൺസിന്റെ ഗ്രാൻഡ് സ്റ്റാൻഡ് ആയിരുന്നു ഇത്. ഫോർട്ടിന്റെ 2 വശവും ഇതുണ്ട്. ഒരു ഭാഗം പോർച്ചുഗീസ് ഡിഫൻസിനും മറ്റേ ഭാഗം പോർച്ചുഗീസ് കപ്പലുകൾക്ക് സേഫായിട്ട് ആങ്കർ ചെയ്യാനായിരുന്നു. ബോളിവുഡ് സിനിമയായ ധൂം ഫസ്റ്റിന്റെ ചിത്രീകരണം ഇവിടെ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഗോവയിൽ വരുമ്പോൾ കണ്ടിരിക്കേണ്ട കോട്ടകളിൽ ഒന്നുകൂടിയാണിത്. ഇവിടെ നിന്ന് കണ്ടിറങ്ങി ഫുഡും കഴിച്ച് അടുത്ത് ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ട് പോകണം. അങ്ങനെ ഇന്ന് താമസിക്കാൻ പോകുന്ന ഹോട്ടലിലെത്തി. ഇതും ഫ്രീ ആയിട്ടാണ് ബുക്ക് ചെയ്തത്. ഇനി ഇവിടെ നിന്ന് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് അടുത്ത സ്ഥലം കാണാൻ പോകണം. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഇത് ഓയോ വഴിയാണ് ബുക്ക് ചെയ്തത്. എൻ്റെ ഈ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കും ബുക്ക് ചെയ്യുമ്പോൾ ഓഫർ കിട്ടും. ഇനി ഇവിടെ നിന്ന് നേരെ ആരംബോൾ ബീച്ചിലോട്ട് പോകണം. ഇതാണ് ആരംബോൾ ബീച്ച്. ഗോവയിലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചുകളിൽ ഒന്നാണിത്. അത്യാവശ്യം വൈബും ഫോറൻസും കൂടുതലുള്ള ബീച്ചാണിത്. 2.5 കിലോമീറ്റർ നീളമുള്ള ഈ ബീച്ച് 2 ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ആരംബോളും 2 ഹർമാലും. ഹർമലാണ് കൂടുതൽ ഫേമസ്, കാരണം അതിൻ്റെ ചുറ്റും ക്ലിഫ്സ് ഒക്കെ ഉണ്ട്. ബീച്ചിൽ അത്യാവശ്യം നല്ല നിറച്ച് ഫോറിൻസും ഉണ്ട്. കൂടുതലും റഷ്യൻസ് ആണ് ഇവിടെ കൂടുതലുള്ളത്. ബീച്ചിൽ നിൽക്കുമ്പോൾ വലിയൊരു കാള പോകുന്നുണ്ട്. സൈഡിലോട്ട് നോക്കിയപ്പോൾ ഒരു ഫോറിൻ മച്ചാൻ ഒരു കമ്പ് വെച്ച് കറക്കി കളിക്കുന്നു. ഇതിന്റെ ഷോ ഒക്കെ ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ബീച്ചിലോട്ടൊക്കെ ഇറങ്ങി അവിടെ നിന്ന് നേരെ അടുത്ത ബീച്ചിലോട്ടൊക്കെ പോയി. ടിറാക്കോൾ ബീച്ച്, സിൻകേരിയം ബീച്ച്, വകട്ടൂർ ബീച്ച്, പാലോലം ബീച്ച്, കാലങ്കുട്ട ബീച്ച്, ഇവിടെ എല്ലാം പോയി ചുറ്റിക്കറങ്ങി അവസാനം ബാഗ ബീച്ചിലെത്തി. ബാഗ ബീച്ച് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് വൈബടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. ബാഗ ബീച്ചിൽ കുറേ നേരം നൈറ്റ് മൊത്തം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെയാണ് ഓർത്തത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ അർജുനുമായിട്ടുള്ള പിക്ക് എടുത്തില്ലെന്ന്. ഇവനാണ് അർജുൻ എൻ്റെ കൂടെ വന്നത്. ഇവനാണ് എന്നെ ഗോവയിലോട്ട് വിളിച്ച് വരുത്തിയത്. താങ്ക്സ് ഫോർ ദ മെമ്മറീസ് മച്ചാനെ. കുറേ നേരം അവിടെ നിന്ന് നൈറ്റ് 12-1 മണിക്കാണ് തിരിച്ച് ഹോട്ടലിലോട്ട് പോയത്. ഹോട്ടലിൽ പോകുന്ന വഴിക്ക് പോലീസ് പിടിച്ച്. ആദ്യം തന്നെ ഊതിച്ചു നോക്കിയപ്പോൾ വേറെ കുഴപ്പമില്ലാത്തതുകൊണ്ട് പിന്നെ ലൈസൻസ് ചോദിച്ചു. ലൈസൻസും കൊടുത്തു. പിന്നെ അവർ പോകാൻ പറഞ്ഞു. പിന്നെ അവിടെ നേരെ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ എണീറ്റ് 11 മണി റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി വണ്ടി എടുത്ത് ഇനി വണ്ടി കൊണ്ടു കൊടുക്കാൻ പോകണം. പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ കയറി. ഗൈസ്, ഇതിൻ്റെ വില 10 രൂപയാണ്. എൻ്റെ ചെറുവിരലിൻ്റെ അത്രയും പോലും ഇല്ലാത്തൊരു ഗ്ലാസ് 10 രൂപയ്ക്കാണ് ഈ ചായ വാങ്ങിച്ച് കുടിച്ചത്. പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ചായ കുടിച്ചെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വണ്ടി കൊണ്ടുകൊടുത്ത് അവർ ഫുൾ ചെക്ക് ചെയ്ത് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവിടെ നേരെ പഞ്ചിം ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് നേരെ ബസ് കയറി നേരെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. 3 മണിക്ക് വരുമെന്ന് പറഞ്ഞ വണ്ടി ഇതുവരെയായിട്ടും വന്നില്ല. വന്നത് 6:30. പിന്നെ നേരെ ട്രെയിനിൽ കയറി. ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ടിക്കറ്റ് എടുത്തത്. ഒരു വൃത്തിയുമില്ല. അങ്ങനെ നേരെ അവിടെ നിന്ന് ഗോവയോട് വിട പറഞ്ഞ് അവിടെ നിന്ന് ട്രെയിൻ എടുത്ത് വീണ്ടും ഗോവയിൽ വരുന്നതായിരിക്കും. ഇതോടെ ഗോവൻ സീരീസ് തീർന്നു. പുതിയ നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും.